നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ ബി.ജെ.പി. വലിയ രീതിയിൽ ശക്തി ആർജിക്കുന്നു എന്ന സത്യം LDFും UDFും ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. 2021 വരെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിയുമ്പോൾ LDFും UDFും മാത്രമായിരുന്നു ചിത്രത്തിലുണ്ടായിരുന്നത്. ബി.ജെ.പി. വിജയിച്ചാൽ ഒരു സീറ്റ്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയായിരുന്നു പല എക്സിറ്റ് പോളുകളും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ശക്തമായ ഒരു അധികാരം, ഗർജിക്കുന്ന ഒരു സിംഹത്തിനെ പോലെ ബി.ജെ.പി. കേരളത്തിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ചിത്രങ്ങൾ തന്നെയാണ് ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും അടക്കം സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും എക്സിറ്റ് പോളുകളും പറയുന്നത്. ഡൽഹിയിലെ തന്നെ ഏറ്റവും വിശ്വസതയുള്ള സർവേ പറയുന്നത് ബി.ജെ.പി. കേരളത്തിൽ 9 മുതൽ 14 സീറ്റുകൾ വരെ നേടും. കേരളത്തിൽ LDFിനോ ബി.ജെ.പിക്കോ ഒന്നും തന്നെ ഒരു ശക്തമായി അവർക്കൊരു സർക്കാർ ഉണ്ടാക്കണമെന്ന് ഗവർണറോട് ഒരു സമ്മർദ്ദം ചെലുത്താൻ അല്ലെങ്കിൽ ഗവർണറോട് ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു പവർ അവർക്കുണ്ടാകില്ല. അതിനവർക്ക് ബി.ജെ.പിയുടെ ഒരു ബലം തന്നെ വേണ്ടിവരും. അതായത് ബി.ജെ.പി. പറയും അല്ലെങ്കിൽ ബി.ജെ.പി. തീരുമാനിക്കും ആരുടെ ഒപ്പം സർക്കാർ ഉണ്ടാക്കണമെന്ന്, ആരുടെ ഒപ്പം കേരളം ഭരിക്കണമെന്ന്. അതായത് താക്കോൽ സ്ഥാനം ബി.ജെ.പിയുടെ കയ്യിലേക്ക് എത്തുന്നു എന്ന് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും മനസ്സിലാക്കിയിരിക്കുന്നു. അതിൽ വിരളി പിടിച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം, നിയമത്തെ തന്നെ ശിവൻകുട്ടിയുടെ വകുപ്പായ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയായിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ചുമതല നൽകി അവിടെ ഒരു അട്ടിമറി ശ്രമം നടത്തിയിരുന്നു. അതെല്ലാം ബി.ജെ.പി. കൃത്യമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അവിടെ ഒരു വലിയ രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു. കൂടാതെ ബി.ജെ.പിയുടെ ഈ സീല് പതിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്താനായിട്ട് ഇടതുപക്ഷത്തിന്റെ NGO സംഘടനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതടക്കം വലിയൊരു വിവാദം വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിയെ CPM ഭയപ്പെടുന്നു. നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും കഴക്കൂട്ടത്തും അടക്കം ബി.ജെ.പി. ശക്തമായി തന്നെ ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ചാടി വീഴും അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുമെന്ന ഒരു ഭയം, ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടക്കം ഭയം CPMന് ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഒരു അട്ടിമറി ശ്രമം നടത്തി എങ്ങനെയെങ്കിലും ബി.ജെ.പിയുടെ വളർച്ച തടയുക എന്നൊരു ലക്ഷ്യമാണ് CPM ഒക്കെ ഇപ്പോൾ നടത്തുന്നത്. എങ്കിലും അവർക്ക് പറ്റാത്ത രീതിയിലേക്ക് ഓരോ തവണയും മാസ്റ്റർ പ്ലാനുകൾ, അതായത് CPM ഒരു പണി അവിടെ ഒപ്പിക്കുമ്പോൾ അതിനെക്കാട്ടി 10 ഇരട്ടി പണി ബി.ജെ.പി. അവിടെ ഒപ്പിക്കുന്നുണ്ട്. ബി.ജെ.പി. കുഴിക്കുന്ന കുഴിയിൽ CPM തന്നെ മൂക്ക് കുത്തി വന്ന് വീഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരവരുടെ വീടുകളിൽ വോട്ട് ചെയ്യാനുള്ള ഹോം വോട്ടിംഗ് സംവിധാനം CPM അട്ടിമറിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വീടുകളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഹോം വോട്ടിന്റെ രഹസ്യ സ്വഭാവം അട്ടിമറിക്കാൻ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്തിൽ പറയുന്നത് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയം മനസ്സിലാക്കി ബൂത്ത് സെക്രട്ടറിമാർ ഈ വീടുകളിൽ ഉണ്ടാവണമെന്നും ഒരു വോട്ട് പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുമാണ് കത്തിന്റെ ഉള്ളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരായ വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് ചെയ്യിപ്പിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി AA റഹീം കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വോട്ടിന്റെ രഹസ്യ സ്വഭാവത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മേലുള്ള ഗുരുതരമായ കടന്നുകയറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവത്തെ ഇല്ലാതാക്കി വോട്ടർമാരിൽ ഭീതിയും ഉത്കണ്ഠയും സൃഷ്ടിച്ച് വോട്ടുകൾ തങ്ങളുടെ വരുതിയിലാക്കാനും സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള CPMന്റെ ശ്രമത്തിനെതിരെ ബി.ജെ.പി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഹോം വോട്ടിങ്ങിനെ കുറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ പ്രവർത്തകർക്കും വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന്, വോട്ടർമാരുടെ വസതികളിൽ ഹോം വോട്ടിംഗ് സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം നിരോധിക്കണമെന്ന് ബി.ജെ.പി. ഇപ്പോൾ ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിയമപ്രകാരം അനുവദീയമായവർ അല്ലാതെ വോട്ടിംഗ് പ്രക്രിയയിൽ അനധികൃത വ്യക്തികൾ ആരും ഇല്ല എന്ന് ഉറപ്പാക്കാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകുകയും വോട്ടിന്റെ രഹസ്യ സ്വഭാവം ലംഘനമോ അനാവശ്യ സ്വാധീനമോ കണ്ടെത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയവയും ബി.ജെ.പി. ആവശ്യപ്പെടുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് J.R. പത്മകുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഹോം വോട്ടിംഗ് യന്ത്രത്തിൽ ഈ 85 വയസ്സായവരെ, അതുപോലെ കണ്ണു കാണാത്തവരുണ്ടാകും, അംഗവൈകല്യം ബാധിച്ചവരുണ്ടാകും, അവരെയൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്ത് അല്ലെങ്കിൽ മദ്യമാണെങ്കിൽ മദ്യം അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അവരെ സ്വാധീനിക്കുക അല്ലെങ്കിൽ വശീകരിച്ച് CPMന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് റഹീം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്.